ഞങ്ങളുടെ കുഞ്ഞ് പോയി. ആദ്യം കുറേ ദുഃഖം, അത് തിരിച്ചു കിട്ടത്തില്ല എന്ന അവസ്ഥ വന്നപ്പോൾ 13-ാം തീയതി 12-ാം തീയതി 5-ാം തീയതി നടന്ന അപകടത്തിന് ശേഷം 12-ാം തീയതി ബ്രെയിൻ ഡെത്ത് ഏതാണ്ട് പോസിറ്റീവ് അല്ല എന്ന് തന്നെ പറഞ്ഞു. അപ്പം മകൻ എന്നോട് ചോദിക്കുന്നു, നമുക്ക് ഇങ്ങനെ ചെയ്താലോ? അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ഒറ്റ വാക്കാണ് മറുപടിയായി, ഒരാലോചനയുമില്ലാതെ മറുപടിയായി പറഞ്ഞത്. മറുപടി പറഞ്ഞതിന് മിനിറ്റുകൾക്കകം അവൻ്റെ വില്ലിങ്നെസ് ആശുപത്രി അധികൃതരെ, ഞങ്ങളുടെ വില്ലിങ്നെസ് ആശുപത്രി അധികൃതരെ അറിയിക്കുകയാണ്. ഏതാണ്ട് അരമണിക്കൂറിന് ശേഷം ബഹുമാന്യായ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു എന്ന് പലര് വിളിച്ചു പറഞ്ഞു. പിന്നെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് എല്ലാം സ്റ്റേറ്റിൻ്റെ കയ്യിലേക്ക് പോവുകയാണ്. വേണ്ട എല്ലാ ക്രമീകരണങ്ങളും സംസ്ഥാന നേതൃത്വം, ഗവൺമെൻറ് ഇടപെട്ട് തന്നെ ചെയ്തു. രാത്രിയിൽ തന്നെ നടപടികൾ പൂർത്തിയാക്കി ഞങ്ങളുടെ കയ്യിൽ എത്തിച്ചു. പിറ്റേ ദിവസം രാവിലെ മുറ്റം നിറയെ ചാനൽ പ്രവർത്തകരും മാധ്യമ സുഹൃത്തുക്കളും ഒക്കെ ഞങ്ങളോട് ചോദിച്ച ചോദ്യം, നിങ്ങൾക്ക് ദുഃഖമില്ലേ? ഞാൻ അവരോട് പറഞ്ഞത്, ദുഃഖമുണ്ട്, പക്ഷെ എൻ്റെ മക്കളുടെ തീരുമാനത്തിനൊപ്പം നിന്നതിലുള്ള സന്തോഷമാണ്. ഞങ്ങളുടെ കുഞ്ഞു പോയി, 5 കൊച്ചുമക്കൾ ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായി എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുമാത്രമാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അച്ഛനിവിടെ സൂചിപ്പിച്ചു, ഞാൻ നന്ദി പറയാനാണ് ഇവിടെ നിൽക്കുന്നത്. അച്ഛനോട് ഇന്നലെ ഞാൻ പറഞ്ഞു, നന്ദി പറയുന്നില്ല. നന്ദി ഞാനല്ല പറയേണ്ടത്, ഞങ്ങളല്ല പറയേണ്ടത്. വേറൊരു കോണ്ടക്സ്റ്റിലാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷേ ഒട്ടനവധി സമ്മർദ്ദങ്ങൾ വന്നു. നന്ദി പറഞ്ഞില്ലെങ്കിൽ അത് തെറ്റിദ്ധരിക്കപ്പെടും എന്നുള്ളത് കൊണ്ട് മാത്രം നന്ദി പറയണമെന്ന് ഞാൻ ഒന്നുകൂടി ആലോചിച്ചു. നന്ദി പറയുന്നില്ല എന്നുള്ള തീരുമാനമെടുത്തത് മകനുമായിട്ടുള്ള ആലോചനയിലാണ്. അവൻ എന്നോട് ചോദിച്ചു, നന്ദി പറയണം? ആരെയും വിട്ടുപോകും എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, അതിൻ്റെ ആശയം എനിക്ക് പിടികിട്ടി, ഞങ്ങൾക്ക് പിടികിട്ടി. ഞങ്ങളോടൊപ്പം ആലിൻ വിരിയാത്ത മുട്ടിനകത്താണ് ഇവിടെ കിടക്കുന്നത്. വിരിയാത്ത മുട്ട്. ഞങ്ങളോടൊപ്പം 20 മാസം ഉണ്ടായിരുന്നു. 10 മാസം ഉദരത്തിലും 10 മാസം പുറത്തും. പക്ഷെ തീരുമാനം എടുത്തു കഴിഞ്ഞ് ഞങ്ങൾക്ക് കിട്ടിയ സഹായ സഹകരണങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് ആവശ്യമായ ദൗത്യമാണ് ഞങ്ങളുടെ കുഞ്ഞ് നിർവഹിച്ചതെന്ന് ഞങ്ങൾ കരുതുന്നു. ഉരുവായത് മുതൽ അവളിൽ നിക്ഷിപ്തമായിരുന്നത് ഇതായിരുന്നു. അത് ഇവിടെ സാധ്യമായി. അവളത് സാധ്യമാക്കിയതുകൊണ്ട് നന്ദി പറയാൻ ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ കുഞ്ഞു തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആരോടും വ്യക്തിപരമായി നന്ദി പറയാൻ പറയുന്നില്ല എന്ന് ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്. മകന് ഒരു നന്ദി ആരോടും പറയണ്ട, അത് കുഞ്ഞ് നിർവഹിച്ചിട്ടുണ്ട് എന്നാണ്.